1 അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടെ വായിച്ച് ആ വാക്യം ഒന്ന് വായിച്ചേ. നോക്കണേ, അവൾ യഹോവയുടെ ആലയത്തിൽ പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അടുത്ത് പെനീന ഹന്നയെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്ന് അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? നീ എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് ചോദിച്ചു. സ്വതന്ത്രം. ഹല്ലേലൂയ. നോക്കണേ, ഈ പെനീന ഇവളുടെ വീട്ടുകാരിയാ, വീട്ടിലുള്ളതാ. ഈ വീട്ടിനകത്ത് തന്നെ ഇവൾ നിന്ന് അനുഭവിക്കുക. നിന്ന് ആലയത്തിൽ പോകുമ്പോഴൊക്കെയും ഇവളെ ദുഷിക്കും, നിന്ദിക്കുവാനിടയാകും. ഇത് കേട്ട് ഇവൾ വളരെ കരഞ്ഞു. മക്കളില്ല എന്നുള്ള ഒരു വിഷയം ഒരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ അത് അവളെ വല്ലാതെ ഭാരപ്പെടുന്നത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കുത്തി വേദനിപ്പിക്കുമ്പോഴാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ, അവളെ നിന്ദിക്കുമ്പോ അവൾക്ക് അത് അധികമായ വേദന അവളുടെ ജീവിതത്തിനൊക്കെ അനുഭവിക്കാനിടയായി. ഈ വേദന കണ്ട് അവൾ വളരെ കരഞ്ഞു. ഭർത്താവ് പോലും അത് മനസ്സിലാക്കി തന്റെ ഭാര്യ വളരെ കരയുന്നു എന്നുള്ളത്. വളരെ കരഞ്ഞു. അങ്ങനല്ലേ നമ്മുടെ ഹൃദയം നോവുമ്പോ നമ്മൾ കരഞ്ഞു, അല്ലെ? ഹൃദയം വേദനിക്കുമ്പോ നമ്മൾ കരയാറുണ്ട്, സ്വതന്ത്രം. നമ്മൾ കണ്ണീരൊഴുക്കാറുണ്ട്, സങ്കടം വരാറുണ്ട്. അത് ഹൃദയം നുറുങ്ങുമ്പോഴാണ്. സ്വതന്ത്രം. ഈ ഹൃദയം നുറുങ്ങിയാലുള്ള ഒരു പ്രത്യേകത സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ സമീപസ്ഥനാണ്. ഹൃദയം മുറുകിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇവിടത്തെ ഭാഗത്തിനകത്ത് അവൻ അവരെ രക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഹോദരൻ, ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, ഹൃദയം നുറുങ്ങിയാണ് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ, ഹൃദയം തകർന്നാണ് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ, നിശ്ചയമായും അവൻ നിങ്ങളുടെ സമീപത്തുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഈ നുറുങ്ങുക എന്ന് പറയുമ്പോൾ നുറുങ്ങുക, നമ്മുടെ കയ്യിലൊരു കുപ്പിപ്പാത്രമുണ്ട്, അത് താഴെ വീണ് പൊട്ടിച്ചിതറി അത് നുറുങ്ങി എന്ന് പറയാം. അത് പല പീസുകളായി. സ്വതന്ത്രം. അത് ആ വേദനയാണ്. ഹൃദയം നുറുങ്ങുക എന്ന് പറയുമ്പോ പല പീസുകളായ, ചിലർ പറഞ്ഞു അയ്യോ എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന, എന്റെ ചങ്ക് തകർന്നു പോകുന്ന വേദന എന്ന് പറയാറില്ലേ? ആ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. സ്വതന്ത്രം. ചുമ്മാതെ കരഞ്ഞതല്ല, ഹന്ന ചുമ്മാതെ കരഞ്ഞതല്ല, മക്കളില്ലാത്തതിനെ ഓർത്തവർ കരയാറ് ആ കണ്ണീരുമല്ല. പക്ഷേ നിന്ന സഹിച്ചുകൊണ്ടുള്ള ഒരു വേദന. ഈ വേദനയെ അവൾ സഹിച്ച്, ഈ വേദനയെ അവൾ കേട്ടപ്പോ അവൾ ഏറെ കരഞ്ഞു. 2, അവൾ പട്ടിണി കിടന്നു. 3, അവൾ മനോവ്യസനത്തോടെ ഇരിക്കുവാനായിട്ട് മനസ്സ് ദുഃഖിച്ചിരുന്നു. അപ്പോ ഈ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആഹാരം വീട്ടിലുണ്ടായിട്ട് നമ്മൾ ചുമ്മാതെ ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമേ കഴിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു കഴിഞ്ഞാൽ ഈ ആഹാരം അവിടെ ഇരിക്കുമ്പോ നമുക്ക് അതൊരു വല്ലാത്ത വെപ്രാളവും വിശപ്പും ദാഹവും ഒക്കെ ആയിരിക്കും. എങ്ങനെയും കഴിക്കണം എന്നുള്ളൊരു തോന്നല്. പക്ഷേ എന്തെങ്കിലും മനസ്സിനകത്ത് വേദനിച്ചിട്ട് ഭാരവും പ്രയാസവും ജീവിതത്തിനകത്ത് ഏറി വരുമ്പോ ആഹാരം കൺമുമ്പിൽ ഉണ്ടായിരുന്നാലും കഴിക്കാൻ തോന്നത്തില്ല. ആഹാരം കൺമുമ്പിൽ ഉണ്ടായിരുന്നാലും വിശപ്പ് തോന്നത്തില്ല. അതാ പട്ടിണി. ആഹാരം മുമ്പിലുണ്ട്, ഈ വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ കൊണ്ട് കഴിക്കാനേ തോന്നുന്നില്ല. സ്വതന്ത്രം കഴിക്കത്തില്ല. സ്വതന്ത്രം. ഇവിടെ ഈ ഹന്നയുടെ ജീവിതത്തിനകത്തും ഇതേ സംഭവമാണ് സംഭവിക്കുന്നത്. അവർ കഴിക്കുന്നില്ല, പട്ടിണി കിടക്കുക. ഈ വിഷമങ്ങൾ കൊണ്ട് പട്ടിണി കിടക്കുക. 3-ാമത്തെ ഭാഗം മനോവ്യസനം. മനസ്സ് തകർന്നിരിക്കുക. ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഇനി ഒരു സാധ്യതകളുമില്ല. എല്ലാം കൊണ്ടും തകർന്നിരിക്കുമ്പോ ഭർത്താവായ എൽക്കാന തന്റെ അരികിൽ വന്ന് ചോദിക്കുക, ഹന്നേ, നീ കരയുന്നതിന്റെ ഒരു നല്ലൊരു ആശ്വാസം, അല്ലെ? നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ആരെങ്കിലും കരയുന്നത് കണ്ടാൽ അവരെ കുറച്ചുകൂടെ കരയിപ്പിക്കും. ആരെങ്കിലും മനസ്സ് വേദനിച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിനെ കുറച്ചുകൂടെ വേദനിപ്പിക്കും. ആരെങ്കിലും പട്ടിണി കിടക്കുന്നത് കണ്ടാൽ അവന് ഉള്ളതും കൂടെ എടുത്ത് നിന്ന് കളയും. സഹോദരൻ, അങ്ങനെയുള്ള ആൾക്കാരാണ്. സഹോദരൻ, അതായത് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ ആ ചൊല്ലൊക്കെ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, എരിവീൽ എണ്ണ ഒഴിക്കുക. എരിഞ്ഞോണ്ടിരിക്കുക, തീ എരിഞ്ഞോണ്ടിരിക്കുക, അതില് എണ്ണ ഒഴിക്കുക. ആളി കത്തും. സഹോദരൻ, ചെറിയ വിഷയം
വിഷയങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിനകത്തെ ആ വിഷയത്തെ ആളി കത്തിച്ച് സ്വന്തം അത് നമുക്ക് ഒരു തരത്തിലും സ്വസ്ഥത കിട്ടാതെ, ഒരു തരത്തിലും ഒരു ആശ്വാസം കിട്ടാതെ അത് വലിയ വിഷയമായിട്ടങ്ങ് മാറും. എരുതിയിൽ എണ്ണ ഒഴുകി ആളി കത്തിക്കുക. സ്വന്തം ചെറിയ വിഷയങ്ങളെ വലിയ വിഷയങ്ങളാക്കി മാറ്റി പല കുടുംബങ്ങളെയും ശത്രു തകർച്ചയിലേക്ക്, പല കുടുംബങ്ങളെയും ശത്രു നോട്ടമിട്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് പകൽ സ്വർഗത്തിൽ ദൈവം കാണുക. സ്വന്തം ഓരോ ചെറിയ വിഷയത്തിനകത്തും വിടുതൽ നടക്കും കേട്ടോ. ഓരോ ചെറിയ വിഷയത്തിനകത്തും വിടുതൽ നടക്കും. അതാണ് ഒരു ആരാധനയിൽ പങ്കെടുത്താൽ, ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്താനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം ഒരു ആഴമുള്ള ഒരു കടല. ദൈവത്തിന്റെ വചനം ആഴമുള്ള ഒരു കടല. ഈ കടലിനകത്ത് ഇറങ്ങി വെള്ളം കോരി വറ്റിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. സ്വന്തം പക്ഷേ ഈ ഇതിനകത്തുനിന്ന് കോരുന്ന ഓരോ തുള്ളിക്കും വിലയുണ്ട്. സ്വന്തം ഇതിനകത്തുനിന്ന് കോരുന്ന ഓരോ തുള്ളിക്കും പ്രത്യേകതയുണ്ട്. സ്വന്തം അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഓരോ ദൂതുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. സ്വന്തം ഞാൻ ഈ പറഞ്ഞ ദൂത് നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചെന്ന് മനസ്സിലാകില്ല. ഒരു ചെറിയ വിഷയത്തെ വലിയ വിഷയമാക്കി, ഞാൻ പറയാം, സഹോദരങ്ങൾ തമ്മിൽ ചെറിയ വിഷയം വലിയ വിഷയമായി പരസ്പരം മിണ്ടത്തില്ല, കേസ് കൊടുക്കും, വഴക്കുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. ഭാര്യ ഭർത്താവ് തമ്മിൽ ചെറിയ വിഷയത്തിന് ഡൈവോഴ്സ് മേടിച്ച് ഭാര്യ ഭർത്താവും അങ്ങ് തിരികെ പോകുവാനിടയാകും. ചെറിയ വിഷയത്തിന് സഹോദരങ്ങൾ തമ്മിൽ ഐക്യത ഉണ്ടാകത്തില്ല, മിണ്ടത്തില്ല. ചെറിയ വിഷയത്തിന് ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല. ചെറിയ വിഷയം കുടുംബത്തെ കലഹമാക്കിയിടുവാൻ, ചെറിയ വിഷയം അത് പരസ്പരം പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പരസ്പരം ഒന്ന് ഷെയർ ചെയ്താൽ അവിടെ തീരാവും. പക്ഷേ ചെറിയ വിഷയത്തെ ആളി കത്തിക്കാൻ നോക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ചില കുടുംബങ്ങളെ അകത്ത് പതിയിരിപ്പുണ്ട്. ദൈവാത്മാവിന്റെ പകൽക്കാലം ആത്മക്കളിൽ എന്നെ അത് കാണിക്കുകയാണ്. ഞാനിന്ന് പകൽ ആത്മാവിൽ അതിനെ ശാസിക്കുന്നു. ചില കുടുംബ